ഇന്ന് കുറച്ച് പറ്റിക്കൽ പരിപാടിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ചീരയൊക്കെ കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നമുക്ക് ചീര കഴിപ്പിക്കാനായിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏത് ചീര വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു ഇത്തിരി ഗരം മസാല പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഉപ്പ്. നമ്മൾ ഈ ഇലയ്ക്ക് സ്വതവേ ഒരു ഉപ്പുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഒന്ന് വാടിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുള്ള ഒരു 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുള്ളതും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മൈദപ്പൊടി, മരിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കലക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എയർ ഫ്രൈ ചെയ്ത് കുറച്ചും കൂടെ എണ്ണയില്ലാണ്ട് ഹെൽത്തി ആയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ കയ്യിൽ എയർ ഫ്രയർ ഒന്നും ഇല്ലാത്തത് കാരണം നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിള്ളേർ ഇഷ്ടത്തോടെ കഴിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഞാനൊരു ഐസ്ക്രീം സ്റ്റിക്കിൽ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു മാവ് കോരി ഒഴിച്ചിട്ട് ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 വശവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നല്ല സെറ്റായി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാൻ പറ്റും. ഇതിന് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇനിയിപ്പോൾ ഈ സ്റ്റിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബോണ്ട് ഉണ്ടാക്കൂലേ, മസാല ബോണ്ട് ഉണ്ടാക്കൂലേ, അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.